ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ 1-ലെ മൊഡ്യൂൾ 1-ലെ സെക്കൻഡ് ടോപ്പിക്കായിട്ടുള്ള സിമൻറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സിമൻറ്റ് എന്ന് നോക്കാം. സിമൻറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ ബേണിംഗ് എ വെൽ പ്രൊപ്പോസ്ഡ് മിക്സ്ചർ ഓഫ് siliceous, argillaceous and calcareous materials and crushed in the same into a fine powder. The cement water paste has its characteristic properties of adhesion and cohesion by which bond well with the aggregate to form a strong rock-like mass called concrete as a consequence of chemical reaction between cement and water. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എന്താ വെൽ പ്രൊപ്പോർഷൻഡ് ആയിട്ടുള്ള മിക്സ് ചെയ്ത് ക്രഷ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തൊക്കെ എടുക്കുന്ന ഒരു സംഭവമാണ് സിമൻറ്റ് എന്ന് പറയുന്നത്. സിമൻറ്റിന് കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്ത് മിക്സ്ചേഴ്സാണ്? സിലീഷ്യസ്, ആർജിലേഷ്യസ്, കാൽക്കേരിയസ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇതിന് വേണ്ടി മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സിമൻറ്റ് എന്നുള്ള ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അടുത്തത് എന്താണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ്. അപ്പോൾ സിമൻറ്റിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് നമുക്കുള്ളത് പഠിക്കാനുള്ളതാണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ്. ഇതൊരു ആർട്ടിഫിഷ്യൽ സിമൻ്റ് ആണ്, കോമൺ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ സിമൻ്റ് ആണ്. OPC എന്ന് നമ്മൾ പറയും. നോർമൽ കൺസ്ട്രക്ഷനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അഡ്ഹസീവ് കൊഹീസീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്കറിയാം, സ്റ്റിക്കി ആയി നിൽക്കാനും അതുപോലെ യോജിച്ച് നിൽക്കാനും പറ്റിയ പ്രോപ്പർട്ടീസിനെയാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള മെറ്റീരിയൽസ് ആയിട്ട്, അതായത് നമ്മൾ സിമൻറ്റ് കൂടെ പാർഷ്യലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നമുക്കിപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അതായിട്ടൊക്കെ നല്ല ബോണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ കണ്ടൻസ് എന്ന് പറയുന്നത് ലൈമ് 60 to 67% ആണ്, സിലിക്ക 17 to 25%, അലുമിന 3 to 8%, അയൺ ഓക്സൈഡ് 0.0% to 6%, മഗ്നീഷ്യം 0.1% to 45%, പിന്നെ സൾഫർ ട്രൈഓക്സൈഡ് 1% to 2.75% കേട്ടോ. മഗ്നീഷ്യം 4.5 ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റിൽ ഏതൊക്കെ ഉണ്ടെന്നുള്ളതാണ്, എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്തത് മാനുഫാക്ചർ ഓഫ് പോർട്ട്ലാൻഡ് സിമൻറ്റ്. നമ്മൾ ഈ ഇപ്പോൾ സിമൻറ്റ് എങ്ങനെ ഞാൻ പറഞ്ഞു, അതെന്താ, നമ്മൾ സിലീഷ്യസ്, ആർജിലേഷ്യസ് അതുപോലെ അങ്ങനത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് ഞാൻ സ്റ്റാർട്ടിങ് ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ നമ്മൾ സിമൻറ്റ് മാനുഫാക്ചറിൽ 3 സ്റ്റെപ്പാണ് വരുന്നത്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മിക്സിങ് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറയും. സെക്കൻഡ് ബേണിങ്, തേർഡ് ഗ്രൈൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ മിക്സിങ് ഓഫ് റോ മെറ്റീരിയൽസ്, ഈ മിക്സ് ചെയ്യുന്നത് 2 പ്രോസസ്സാണ്. ഒന്ന് ഡ്രൈ പ്രോസസ്സും സെക്കൻഡ് വൺ ഈസ് വെറ്റ് പ്രോസസ്സും. സോ എന്താണ് ഡ്രൈ പ്രോസസ്സ് എന്ന് നോക്കാം. ഈ ഡ്രൈ പ്രോസസ്സിൽ, ദാറ്റ് മീൻസ് ഇൻ ഡ്രൈ പ്രോസസ് ദ കാൽക്കേരിയസ് മെറ്റീരിയൽ സച്ചസ് ലൈംസ്റ്റോൺ ആൻഡ് ആർജിലേഷ്യസ് മെറ്റീരിയൽ സച്ചസ് clay are separately ground in ball mills or jaw crushers. നമ്മൾ കാൽക്കേരിയസ് മെറ്റീരിയൽ ആയിട്ടുള്ള ലൈംസ്റ്റോണും അതുപോലെ തന്നെ ആർജിലേഷ്യസ് മെറ്റീരിയൽ ആയിട്ടുള്ള ക്ലേയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ പൗഡേഴ്സ് ഹോപ്പേഴ്സിൽ അല്ലെങ്കിൽ സിലോയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളത് കറക്റ്റ് മിക്സ്ചർ എടുത്തിട്ട് നമ്മളത് എന്ത് ചെയ്യും, മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മളതൊരു സ്റ്റോറേജ് ടാങ്കിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മളത് ഡ്രൈ പ്രോസസ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി വെറ്റ് പ്രോസസ്സിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽക്കേരിയസ് മെറ്റീരിയൽസ് നമ്മൾ ക്രഷ് ചെയ്തിട്ട് സിലോസിൽ വെക്കും, അല്ലെങ്കിൽ സ്റ്റോറേജ് ടാങ്കിൽ സൂക്ഷിക്കും. ആർജിലേഷ്യസ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന ക്ലേ ആണല്ലേ നമ്മൾ പറഞ്ഞത്, അത് വാഷ് ചെയ്തിട്ട് നമ്മൾ ബേസിനിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ദ ക്രഷ്ഡ് ലൈംസ്റ്റോൺ ഫ്രം സിലോസ് ആൻഡ് വെറ്റ് ക്ലേ ഫ്രം, അപ്പോൾ അത് നമുക്കറിയാം കാൽക്കേരിയസ് മെറ്റീരിയലായിട്ട് എടുക്കുന്നത് ലൈംസ്റ്റോൺ ആണ്, ആർജിലേഷ്യസ് മെറ്റീരിയലായിട്ട് എടുക്കുന്ന വെറ്റ് ക്ലേ ആണ്. വെറ്റ് ക്ലേ ബേസിനിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യും, ദ ക്രഷ്ഡ് ലൈംസ്റ്റോൺ ഫ്രം സിലോസ്, നമ്മൾ സിലോസിലാണല്ലോ നമ്മൾ ലൈംസ്റ്റോൺ സൂക്ഷിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ ദ ക്രഷ്ഡ് ലൈംസ്റ്റോൺ ഫ്രം സിലോസ് ആൻഡ് വെറ്റ് ക്ലേ ഫ്രം ബേസിൻസ് ആർ കൺവേഡ് ടു ബോൾ മിൽ ഓർ ട്യൂബ് മിൽ ആൻഡ് ഗ്രൗണ്ട് ടു ഫോം സ്ലാറി. നമ്മൾ സ്ലാറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കും. സെക്കൻഡ് നമുക്ക് വരുന്ന, ഇത് നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് പറഞ്ഞു, എന്താ മിക്സിങ്. സെക്കൻഡ് നമ്മൾ ബേണിംഗ് ആണെന്ന് പറഞ്ഞത്. ദ ബേണിംഗ് ഓഫ് ദ ഡ്രൈ മിക്സ്ചർ ഓർ ഫൈൻ സ്ലാറി ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ ലോങ് റൊട്ടേറ്ററി കിൽ. നമ്മൾ അറിഞ്ഞു ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എന്താ ഒരു സ്ലറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അത് എന്ത് ചെയ്യും, ബേൺ ചെയ്തെടുക്കാൻ പോവുകയാണ് റൊട്ടേറ്ററി കില്ലിന് വെച്ചിട്ട്. അപ്പോൾ ഈ റൊട്ടേറ്ററി കില്ലിൽ സ്റ്റീൽ ട്യൂബ് ഉണ്ട്. സ്റ്റീൽ ട്യൂബിൻ്റെ ഡയാമീറ്റർ വരുന്നത് വാരി ചെയ്ത് നിൽക്കുന്നത് 250 cm to 300 cm ആണ്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 60 meter to 120 meter ആണ്. എന്നിട്ട് നമ്മളത് എങ്ങനെ വെക്കുക
വെക്കണമെന്ന് വെച്ചാൽ ഒരു സ്ലൈറ്റ് ഇൻക്ലിനേഷൻ കൊടുക്കുന്നുണ്ട് 1/30 ടുവാർഡ്സ് ദി ഡൗൺ എൻഡ്. പിന്നെ നമ്മൾ കില്ലിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ റൊട്ടേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബൌട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 revolution per minute. അതൊക്കെ നമ്മൾ ആ ഒരു അപ്പാരറ്റസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഇനി ദ പോർഷൻ ഓഫ് ദ കിൽ നിയർ ഇറ്റ്സ് അപ്പർ ആൻഡ് ഈസ് നോൺ ആസ് ഡ്രൈ സോൺ ആൻഡ് ദിസ് സോൺ ദ വാട്ടർ ഫ്രം സ്ലറി ഈസ് ഇവാപ്പറേറ്റഡ്. നമ്മൾ കില്ല് വെക്കുന്നതാണല്ലോ നമ്മൾ പറഞ്ഞ ഈ സ്ലറി. അപ്പോൾ ഇതിലൊരു പോർഷൻ ഉണ്ട്, ഡ്രൈ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. ആ ഡ്രൈ സോണിൻ്റെ അവിടെ വെക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഈ സ്ലറിയിലുള്ള വാട്ടറൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. എന്നിട്ട് നമ്മൾ ആസ് ദ ഡ്രൈഡ് സ്ലറി ഡിസെൻസ് ടുവാർഡ്സ് ദ ബേണിംഗ് സോൺ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ സ്ലറി ഈസ് ഇവാപ്പറേറ്റഡ്. അപ്പോൾ ഡ്രൈ ആയി കിട്ടി. പിന്നെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്ലറിയിലുള്ളത് എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്യും. ആസ് ദ ഡ്രൈഡ് സ്ലറി ഡീസെൻറ്റ് ടുവാർഡ്സ് ദ ബേണിംഗ് സോൺ CO2 from the slurry is evaporated and it is converted into small lumps called nodules. എന്നിട്ട് അതെന്ത് ചെയ്യും, CO2 ഒക്കെ പോയിട്ട് സ്മോൾ ലംസ് പോലെ, നമുക്ക് ലംസ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ സിമെൻ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കട്ട പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ നോഡ്യൂൾസ് എന്ന് പറയും. ആ ഒരു ഫോർമാറ്റിൽ കിട്ടും. എന്നിട്ട് നമ്മൾ ആ നോഡ്യൂൾസ് എന്ത് ചെയ്യുകയാണ്, ഹീറ്റ് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ടെമ്പറേച്ചറാണ് കിട്ടുന്നത്. അപ്പോൾ അത് എത്രയാണ്, 1500 ഡിഗ്രി സെൽഷ്യസ് ടു 1700 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമുക്കത് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞ് ഇത്ര ഞാൻ പറഞ്ഞ രീതിയിൽ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിങ്കേഴ്സായിട്ട് ഫോം ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ക്ലിങ്കേഴ്സ് എന്ത് ചെയ്യുക, ലാസ്റ്റ് സ്റ്റെപ്പായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടാണ് സിമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിമെൻറ്റ് ഇതാക്കുന്നത്. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പാണ് ഗ്രൈൻഡിങ് അതിൽ പറയുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ക്ലിങ്കേഴ്സ് ആയിട്ട് കിട്ടി. അപ്പോൾ ഈ ക്ലിങ്കേഴ്സ്, ദ ഗ്രൈൻഡിങ് ഓഫ് ക്ലിങ്കർ ഈസ് ഡൺ ഇൻ ബോൾ മിൽസ് ഓർ ട്യൂബ് മിൽസ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ക്ലിങ്കേഴ്സ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ബോൾ മിൽസിൽ അല്ലെങ്കിൽ ട്യൂബ് മിൽസിൽ വെച്ച് ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ്. എ സ്മോൾ ക്വാണ്ടിറ്റി അബൌട്ട് 2 to 4% ഓഫ് ജിപ്സം ഈസ് ആഡഡ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, ജിപ്സം ആഡ് ചെയ്യുന്നുണ്ട്. ജിപ്സം ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സിമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്, ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജിപ്സം ആഡ് ചെയ്യുന്നത്. ദ ഫൈനലി ഗ്രൗണ്ട് സിമെൻറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ സിലോസ്. ഇറ്റ് ഈസ് ദെൻ വെയ്റ്റഡ് ആൻഡ് പാക്ക്ഡ്. നമ്മളിത് സിലോസിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ബാഗിലായിട്ട് പാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യണ 3 സ്റ്റെപ്പ്. ആദ്യം മിക്സിങ് പറഞ്ഞു, പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതേ ഗ്രൈൻഡിങ്ങിൽ വന്ന് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്സ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഓരോന്നിലും ഏതാ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു, മിക്സിങ്, ബേണിങ്, ഗ്രൈൻഡിങ്. ഓക്കെ, അടുത്തത് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് സിമെൻ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പ്രോപ്പർട്ടീസിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ പറയുന്നത് കളറ് യൂണിഫോം ആയിരിക്കണം. നമുക്കറിയാം, നമ്മളെല്ലാവരും സിമെൻ്റ് കളർ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഈ ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം സിമെൻറ്റ് നമുക്ക് കട്ട പിടിച്ച് കിട്ടുന്നത് അത്ര നല്ലതല്ല. അപ്പം ഞാൻ പറഞ്ഞു ലംസ് എന്ന് പറയുന്നത് ഒരു കട്ട പിടിച്ച ഒരു അവസ്ഥയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ടച്ച് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് നമ്മൾ സിമെൻറ്റ് എടുത്തു കഴിഞ്ഞ് ടച്ച് ചെയ്തിട്ട് വിടുമ്പോൾ തന്നെ നമ്മൾക്കത് എന്താ പറയുക, ഫ്രീ ആയിട്ട് നമുക്കത് വിടാൻ പറ്റണം. അത് അത്രയും മൈന്യൂട്ടായിട്ട് തന്നെ തിരിച്ച് പോകണം, അല്ലാതെ കട്ട പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഷുഡ് ബി കൂളായിരിക്കണം, ഫെൽറ്റ് വിത്ത് ഹാൻഡ്. പിന്നെ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് ഈസ് ത്രോൺ ഇൻ ടു എ ബക്കറ്റ്. നമ്മളൊരു ബക്കറ്റിൽ, അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സിമെൻറ്റ് ഇടുകയാണെങ്കിൽ തന്നെ ആ സിമെൻറ്റ് പൊന്തിക്കെടുക്കണം. അതാണ് ഒരു ഗുഡ് ക്വാളിറ്റി സിമെൻറ്റിന് വേണ്ട ക്വാളിറ്റീസ്. പിന്നെ ആവറേജ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് cement of cube is side 7.06 cm should not be less than 11.5 Newton per mm square at the age of 7 days. നമുക്കറിയാം, നമ്മൾ കോൺക്രീറ്റ് ക്യൂബ്സ് ഒക്കെ ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ സിമെൻറ്റ് ക്യൂബ്സ് ഉണ്ടാക്കും. സിമെൻറ്റ് ക്യൂബ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ആവറേജ് കംപ്രസീവ് സ്ട്രെങ്ത്ത് 7 days ഏജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെന്നാണ് പറയുന്നത്, ലെസ് ദാൻ 11.5 Newton per mm square ആയിരിക്കണം. അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ കേസ് നോട്ട് ബി ലെസ് ദാൻ 2 Newton per mm square. ഏജ് 3 days ആണ് കേട്ടോ പറയുന്നത്. ഇനി 7 days ആണെന്നുണ്ടെങ്കിൽ 2.5 Newton per mm square. പിന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഷുഡ് നോട്ട് ബി മോർ ദാൻ 75 per gym ആഫ്റ്റർ 28 days. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് ദ സിമെൻറ്റ് ഷുഡ് ബി ലെസ് ദാൻ 30 minutes ആയിരിക്കണം. പിന്നെ നമുക്ക് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തേക്കുക. അത് ഷുഡ് ബി ലെസ് ദാൻ 30 minutes. ഫൈനൽ സെറ്റിംഗ് ടൈം ഷുഡ് ബി അറൗണ്ട് 10 hours. അത് സിവിൽ എഞ്ചിനീയറിംഗിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റാണ് കേട്ടോ.
അടുത്തത് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞു. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ഓഫ് അലുമിന ദാറ്റ് ഓഫ് അയൺ ഓക്സൈഡ് പ്രസൻറ്റ് ഇൻ ദ സിമെൻറ്റ് ഷുഡ് ബി മോർ ദൻ 0.66. പിന്നെ ദ റേഷ്യോ പെർസെൻറ്റേജ് ഓഫ് ലൈം ടു ദോസ് ഓഫ് അലുമിന സിലിക്ക ആൻഡ് അയൺ ഓക്സൈഡ് should be between 0.66 and 1.02. The total sulfur content should be less than 4%. The total weight of insoluble residue should be less than 1.5%. The total loss of ignition should be less than 4%. The weight of magnesia should be less than 5%. കെമിക്കൽ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രം എഴുതിയാൽ മതി. അടുത്ത ഫൈനസ് ഓഫ് സിമൻറ്റ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞു, കെമിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞു. അടുത്തൊരു പ്രോപ്പർട്ടി ഫൈനസ് ആണ്. അപ്പോൾ എന്താണ് ഫൈനസ് എന്ന് പറയണമെങ്കിൽ ഫൈനസ് ഈസ് ദ മെഷർ ഓഫ് സൈസ് ഓഫ് സിമൻറ്റ് പാർട്ടിക്കിൾസ്. സിമൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ സൈസിൻ്റെ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈനസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് മെഷർ ചെയ്യുകയെന്ന് വെച്ചാൽ സീവ് ടെസ്റ്റ് അല്ലെങ്കിൽ പെർമിയബിലിറ്റി അപ്പാരറ്റ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഫൈനസ് നമ്മൾ മെഷർ ചെയ്തെടുക്കുക. ഫൈനസ് ഒബ്റ്റെയിൻഡ് അപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജിലായിരിക്കും. ഗുഡ് ക്വാളിറ്റി സിമൻ്റ് ആണെങ്കിൽ അത് മോർ ദാൻ 10% കാണിക്കണം. അതുപോലെ തന്നെ സ്പെസിഫിക് സർഫസ് വിച്ച് ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഗ്രൈൻഡിങ് എന്നുള്ള രീതിയിലും നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് സർഫസ് ഈസ് ഫൗണ്ട് ബൈ പെർമിയബിലിറ്റി അപ്പാരറ്റസ് ടെസ്റ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി മോർ ദാൻ 2250 cm²/gram. അപ്പോൾ അത്രയായിരിക്കണം സ്പെസിഫിക് സർഫസ് ടെസ്റ്റ് നമ്മളെ പെർമിയബിലിറ്റി അപ്പാരറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് സൗണ്ട്നെസ് ഓഫ് സിമൻറ്റ്. അടുത്ത പ്രോപ്പർട്ടി വന്നിട്ട് പറയുന്നത് സൗണ്ട്നെസ് ഓഫ് സിമൻറ്റ്. അപ്പോൾ എന്താണ് സൗണ്ട്നെസ് ഓഫ് സിമൻറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ഓഫ് സിമൻറ്റ് വിച്ച് ഈസ് എ മെഷർ ഓഫ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ലാർജ് വോളിയോമെട്രിക് ചേഞ്ച് ആഫ്റ്റർ സെറ്റിംഗ് ഈസ് കോൾഡ് സൗണ്ട്നെസ് ഓഫ് സിമൻറ്റ്. ഇറ്റ് ഈസ് ദ സൗണ്ട്നെസ് ഓഫ് സിമൻറ്റ് എന്ന് പറയുന്നത് മെഷർ ഓഫ് resistance against the large volumetric change after setting is called soundness of cement. Free lime and manganese which is present in extra causes volume change. ആ ഒരു വോളിയം ചേഞ്ചിന് കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലൈം അതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഫ്രീ ലൈമോ അല്ലെങ്കിൽ മാംഗനീസ് ആണ്. പിന്നെ ദിസ് ക്യാൻ ബി, ഇത് എങ്ങനെയാണ് സൗണ്ട്നെസ് എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ലാഷാറ്റ്ലീസ് ടെസ്റ്റ് അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് മില്ലിമീറ്റേഴ്സിലാണ് നമ്മളിത് എക്സ്പ്രസ് ചെയ്യുക. നമ്മളൊരു നല്ല ഗുഡ് ക്വാളിറ്റി ഓർഡ്ലാൻഡ് സിമൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കണം, മോർ ദാൻ 10 mm ആയിരിക്കണം. Sorry, not more for ordinary cement. The expansion for Lashartley test should not be more than 10 mm ആയിരിക്കണം. അപ്പോൾ ഇതാണ് സൗണ്ട്നെസ് ഓഫ് സിമൻറ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടീസിൽ രണ്ടെണ്ണം പറയാനുള്ളത് ഇനീഷ്യലും ഫൈനൽ സെറ്റിംഗ് ടൈമും ആണ്. അപ്പോൾ ഇനീഷ്യൽ എന്ന് പറയുന്നത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്താണെന്ന് നമുക്ക് നോക്കാം. ദ സ്റ്റേജ് ഓഫ് സെറ്റിംഗ് ഓഫ് സിമൻറ്റ് അറ്റ് വിച്ച് എനി ക്രാക്ക് ദാറ്റ് ഓൺലി അപ്പിയേഴ്സ് ഡസ് നോട്ട് റീയൂണിയേറ്റ് ഈസ് കോൾഡ് ഇനീഷ്യൽ സെറ്റിംഗ്. ദ പീരീഡ് ഫ്രം വിച്ച് വാട്ടർ ഈസ് ആഡഡ് ടിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടേക്ക് പ്ലേസ് ഈസ് കോൾഡ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. എവിടെ നമ്മൾ ആ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈം അല്ലേ, അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ സിമൻറ്റ് പേസ്റ്റ് ടു ഹാർഡ് സോളിഡ് മാസ് ഈസ് നോൺ എ സെറ്റിംഗ്. അത് നമ്മൾ ഓവറോൾ സെറ്റിംഗ് ടൈമിനെ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും സെപ്പറേറ്റ് ആയിട്ട് ഡെഫിനേഷൻ നോക്കിയതൊക്കെയാണ്. പിന്നെ ഫോർ ഓർഡിനറി സിമൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ലെസ് ദാൻ 30 minutes. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എത്രയായിരിക്കണം, നോട്ട് ലെസ് ദാൻ 30 minutes ആയിരിക്കണം ഓർഡിനറി സിമൻറ്റിൻ്റെ കേസിൽ. ദെൻ ഫൈനൽ സെറ്റിംഗ് ടൈം എന്താണെന്ന് നോക്കാം. ദ സ്റ്റേജ് ഓഫ് സെറ്റിംഗ് ഓഫ് സിമൻറ്റ് അറ്റ് വിച്ച് പ്ലാസ്റ്റിക് സിമൻറ്റ് ബിക്കം ഹാർഡ് സോളിഡ് മാസ് ഈസ് കോൾഡ് ഫൈനൽ സെറ്റിംഗ് ടൈം. നമുക്കറിയാം വാട്ടർ മിക്സ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് ഫോർമാറ്റിൽ നിന്ന് നമ്മളത് ഹാർഡ് ഫോർമാറ്റിലേക്ക് ആവുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഫോർ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ് ഇറ്റ് ഈസ് അറൌണ്ട് 10 hours. അപ്പോൾ ആ ടൈം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ രണ്ടും ഫൈനൽ സെറ്റിംഗ് ടൈം എന്താ, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്താണെന്നും നോട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത സിമൻറ്റിൻ്റെ 2 പ്രോപ്പർട്ടീസ് വന്നിട്ട്. ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് യൂസസ് ഓഫ് സിമൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യം പഠിച്ചത് നമ്മൾ സിമൻറ്റ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഫസ്റ്റ് നമ്മൾ സിമൻറ്റ് മോട്ടാർ, സിമൻറ്റ് കോൺക്രീറ്റ്, റീൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ് ഒക്കെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബൈൻഡിങ് മെറ്റീരിയലാണ് സിമൻറ്റ് മോട്ടാർ എന്ന് പറയുന്നത് ബ്രിക്കിനും സ്റ്റോൺ മാസൻട്രിയിലൊക്കെ. പിന്നെ ബ്രിക്ക് പോയിൻ്റ് ചെയ്യാൻ, സ്റ്റോൺ മാസൻട്രി പോയിൻ്റ് ചെയ്യാനൊക്കെ നമ്മൾ സിമൻറ്റ് മോട്ടാർ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലോർ ഫിനിഷസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില പൈപ്പ്സ്, പോസ്റ്റസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സിമൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിമൻറ്റ് കോൺക്രീറ്റ് ഈസ് യൂസ്ഡ് ഇൻ RCC ഫോർ റൂഫ് സ്ലാബ്, കോളം, റാഫ്റ്റ് ഫൗണ്ടേഷൻ, വാട്ടർ ടാങ്ക്, ബ്രിഡ്ജസ്, ഡാംസ്, പൈൽ ഫൗണ്ടേഷൻ, റെയിൽവേസ് എക്സെട്ര. അപ്പോൾ ഇതിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സിമൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് നമ്മൾ സിമൻറ്റ് പാർട്ടിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.